നമ്മൾക്ക് ക്യാമറ വരുന്നുണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ ലൈവ് ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ലൈറ്റ് കത്തും ഗൈസ്. ഇപ്പം ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് കാണിച്ചു തരാം. ഇതിലേത് മേടിക്കണം. ഹലോ എവരിവൺ, അപ്പോൾ നമ്മളിന്ന് വലിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത്ര വലുതല്ല, ഒരു മീഡിയം. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സ്മാർട്ട് ഫോണിന് അപ്പുറം എന്തുണ്ട്? ഏതെങ്കിലും ഒരു ടെക് ഗാഡ്ജറ്റ് നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഐറ്റം, പുതിയതല്ല, നിങ്ങളിത് കുറേ അവിടെ കണ്ടിട്ടുണ്ടാകും, സ്മാർട്ട് ഗ്ലാസസ്. അപ്പോൾ 4000 രൂപയുടെ സ്മാർട്ട് ഗ്ലാസും കൊണ്ടുവന്നിട്ടുണ്ട്, 32,000 റുപ്പീസിൻ്റെ സ്മാർട്ട് ഗ്ലാസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മേടിക്കാം. ശരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഫീച്ചേഴ്സ് വെച്ച് തന്നെയാണ് കൂടുതലെന്നറിയാം. പക്ഷേ കുറേ കാര്യങ്ങൾ കൊണ്ട് ഇത് നമ്മൾക്ക് മേടിക്കാം. ഇത് മാത്രം ആവശ്യമുള്ളൂ എന്നുള്ളവർക്ക് ഞാൻ എന്തുകൊണ്ട് ഇതും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അറിയോ? ഇതിൽ നമ്മൾക്ക് ക്യാമറ ഉണ്ട്, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. ഇതിലതില്ല. പിന്നെ ഇതിൽ AI ഉണ്ട്. പക്ഷേ ഇതിലും AI ഉണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യണ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളായി പറയുന്നതായിരിക്കും. സോ വീഡിയോ ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓർമ്മയിൽ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്യുമെന്ന് പറയാമെന്നാണ്. ഇതിലും നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ സ്മാർട്ട് ക്ലാസ് ഒക്കെ നോക്കി നടക്കുന്നവർക്ക് ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിത് ഏതൊക്കെ സ്മാർട്ട് ക്ലാസ് എന്ന് പറഞ്ഞില്ലല്ലേ? ഇതാണ് ലെൻസ്കാർട്ടിൻ്റെ ഫോണിക്ക്, അതേപോലെ ഇത് റേബൺ മെറ്റ. സ്റ്റാർട്ടിങ് നമ്മൾക്ക് രണ്ടിൻ്റെയും പാക്കേജ്. അപ്പോൾ രണ്ടിൻ്റെയും പാക്കേജ് നോക്കുകയാണെങ്കിൽ മെറ്റയുടെ പാക്കേജ് ഇതുപോലെ ഒരു ബോക്സിലാണ് വരുന്നത്. വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല, കുഴപ്പമില്ല ബോക്സ്. പക്ഷേ 4000 രൂപയുടെ ലെൻസ്കാർട്ടിൻ്റെ ഫോണിക്ക് നോക്ക്. നല്ലൊരു കളർ കോൺട്രാസ്റ്റിൽ ഒരു പച്ചയും കറുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായി തന്നിട്ടുണ്ട്. പാക്കേജിലല്ലല്ലോ കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൗച്ചിന് നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടി വരും. ഇത് ചുമ്മാ ഒരു റബ്ബർ ടൈപ്പ് ഒരു മെറ്റീരിയലിൽ നമ്മൾക്ക് ലെൻസ്കാർട്ടിൻ്റെ തന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്, നല്ലൊരു ക്വാളിറ്റി. മെറ്റ റേബൻ്റെ ഒരു ലെതർ ഫിനിഷാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇതിൽ ലൈറ്റ് കത്തും ഗൈസ്. ഇതിൽ ലൈറ്റ് കത്തും ഗൈസ്. ഇതിൽ ലൈറ്റ്. കാരണം ആ ഒരു ഗ്ലാസ്സിന് നമ്മൾ ചാർജ് ചെയ്യണത് ഈ ഒരു കേസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ ചുമ്മാ ഇട്ട് വെച്ചാൽ മതി, അത് ചാർജ് ആയിക്കോളും. അതേസമയത്ത് ഫോണിക്ക് ചാർജ് ചെയ്യണത് ഈ ഒരു വയർ യൂസ് ചെയ്തിട്ടാണ്. ഫ്രെയിമിൻ്റെ 2 ഭാഗത്തും ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ 2 ഗ്ലാസ് നമ്മൾ കയ്യിലെടുത്തിരിക്കണം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് മെറ്റ റേബൺ. ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ലെൻസ്കാർട്ടിൻ്റെ ഫോണിക്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 2 പ്രൊമോഷൻ ആയിരുന്നു. പക്ഷേ ഈ വീഡിയോ പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ലെൻസ്കാർട്ടിൻ്റെ ഫോണിക്ക് ഈ ലെൻസ് നമ്മൾക്ക് ഏത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു ബ്ലൂ കട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി ഇത് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഏതൊരു സ്മാർട്ട് ഗ്ലാസ് എടുത്താലും ഫ്രെയിം ഇതത്ര സൈസ് വരും. അത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണം ഒരു സ്മാർട്ട് ഗ്ലാസ് മേടിക്കാൻ. മെറ്റയുടെ എടുത്താലും ഇതേ സൈസ് തന്നെയാണ്. പക്ഷെ നമ്മൾ രണ്ടും ഇടുമ്പോൾ ഉള്ള ആ ഒരു കംഫർട്ട് ഉണ്ട്. അത് കൂടുതലും എനിക്ക് റേബൺ മെറ്റയിലാണ് ഇഷ്ടപ്പെട്ടത്. അത് പൈസ കൂടുതലുണ്ടല്ല, അത് നിങ്ങൾക്ക് ഇട്ട് നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇനി മെയിനായിട്ട് നമ്മൾ ഫീച്ചേഴ്സിൽ കിടക്കുകയാണെങ്കിൽ ലെൻസ്കാർട്ടിൻ്റെ ഫോണിക്ക് നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റും. 2 ഫ്രെയിമിന്റെ സൈഡും 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗ്ലാസ് ഓൺ ആവുക. ഈ ഗ്ലാസ്സിൽ നമുക്ക് 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾക്ക് ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോണിലുള്ള സോങ്സ് കേൾക്കാൻ പറ്റും, വീഡിയോസ് കാണാൻ പറ്റും. നമ്മൾ നല്ല വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആൾക്കാർക്കും അത് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മീഡിയം വോളിയം വെച്ചൊക്കെ കേൾക്കുമ്പോൾ അടുത്തായിരിക്കും കേൾക്കാൻ പറ്റില്ല. നിങ്ങളൊരു ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഫീൽ ആയിരിക്കും ഇതിന്ന് കിട്ടുന്നുണ്ടാവുക. വോളിയം പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് വോളിയം ഇത് ഉപയോഗിച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റൈറ്റ് ഉള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ആവും, ലെഫ്റ്റ് ഉള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ആകും. പിന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് കോൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, കോൾ റിജക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഉപയോഗിച്ച് കോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഹേ ഗൂഗിൾ പറഞ്ഞിട്ട് വോയിസ് അസിസ്റ്റന്റ് ഓൺ ചെയ്യാൻ പറ്റുമല്ലോ, അതേപോലെ നമ്മുടെ ജെമിനായി ഉണ്ട്. അതിന് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ബട്ടനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. നിങ്ങളുടെ ഫോണിൽ ജെമിനായി അല്ലെങ്കിൽ ഗൂഗിളിനെ ഇത് വെച്ചിട്ട് ഓൺ ചെയ്യാൻ പറ്റും. കോൾ അച്ഛനെ വിളിക്കും മോനെ. ഹലോ അച്ഛാ. വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇതിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ സിംഗിൾ ചാർജിൽ നമുക്ക് 7 hours പ്ലേ ബാക്ക് കിട്ടുന്നുണ്ടോ വെച്ചാൽ 7 മണിക്കൂറൊന്നും ഇത് വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡേ ഇത് യൂസ് ചെയ്യാം. തീരുമാനിക്കാൻ വരട്ടെ, കുറച്ചുകൂടെ ബഡ്ജറ്റ് ഒരു 30,000 കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഇനി ഒരു അടിപൊളി ഗ്ലാസ് ഉണ്ട്. ഇതാണ് നമ്മുടെ റേബൺ മെറ്റ. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയാം. കാരണം കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ല കേട്ടോ, കാരണം ഇതിൽ മെയിനായിട്ട് നമ്മൾക്ക് ക്യാമറ വരുന്നുണ്ട്. ഇവിടെ ക്യാമറ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. കാരണം ഒരു ഗ്ലാസ്സിലുള്ള 12 MP ക്യാമറ ഉപയോഗിച്ചെടുത്ത ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഇവിടെ നമുക്കൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഇത് നമ്മൾക്ക് യൂസ് ചെയ്യണമെന്നില്ല. കാരണം ഹേ മെറ്റ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹേ മെറ്റ സ്റ്റോപ്പ് റെക്കോർഡിംഗ്, അത്രേ ഉള്ളൂ. ഹേ മെറ്റ ടേക്ക് എ ഫോട്ടോ, ഇങ്ങനെ പറഞ്ഞാൽ ഫോട്ടോ എടുക്കും. അപ്പോൾ നമുക്ക് വോയിസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വീഡിയോസ് എടുക്കാം.
ഇപ്പോൾ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു, അതാ കേട്ടത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വോയിസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വീഡിയോസ് എടുക്കാൻ പറ്റും. മറ്റേ വാട്സപ്പ് മെസ്സേജ്, എനിക്കിപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. ഇത് പറയാണ് നിങ്ങൾക്ക് 2 മെസ്സേജ് ഈ പുള്ളിക്കാരൻ അയച്ചിട്ടുണ്ട് എന്ന്. ഓക്കെ, ഈ ഒരു ഫീച്ചറാണ് മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇതിന് വേണ്ടിയേ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് മേടിക്കാൻ പറ്റും. അതെന്താണ് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ആയിട്ട് ഈ ഒരു മെറ്റ റേബണിനെ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരാൾ മെസ്സേജ് അയച്ചാൽ ഇത് മെസ്സേജ് വന്നിട്ടുണ്ട് പറയും, ഹേ മെറ്റ റീഡ് ദ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് എന്താണെന്ന് ഇത് പഠിച്ച് കാണിക്കും. ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ പഠിച്ച് കാണിക്കും, അതേപോലെ ഓഡിയോ മെസ്സേജ് ആണെങ്കിൽ അത് നമുക്ക് പ്ലേ ചെയ്ത് കാണിക്കും. അടിപൊളിയല്ലേ? മെസ്സേജ് വന്നതാണല്ലോ, അപ്പം നമുക്ക് റിപ്ലൈ കൊടുക്കണമല്ലോ. ഹേ മെറ്റ സെൻഡ് എ മെസ്സേജ് ടു, ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ ആ ആൾക്ക് നമ്മൾ എന്താണോ പറയുന്നത് അത് ടെക്സ്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കും. ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഹേ മെറ്റ സെൻഡ് എ ഓഡിയോ മെസ്സേജ് ടു അച്ഛൻ. Voice message to Achan on WhatsApp. Recording now. ഒന്നുമില്ല, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യൂ പ്ലീസ് അച്ഛാ. സെൻഡായി, മെസ്സേജ് ഇപ്പോൾ സെൻഡായി, കാണുന്നുണ്ടല്ലോ. ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. ഒന്നുമില്ല, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യൂ പ്ലീസ് അച്ഛാ. അടിപൊളിയല്ലേ? നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജും അയക്കാം, ഇതുപോലെ ഓഡിയോ മെസ്സേജും അയക്കാൻ പറ്റും. ഇങ്ങനെയുള്ളവർക്ക് ഇത് ഉറപ്പായിട്ടും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് കാണിച്ചു തരാം. ഹേ മെറ്റ സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ് ടു അച്ഛൻ. Okay, Achan on WhatsApp. What's the message? I'm shooting right now. This is just a audio to test. Don't send 500 rupees. Send me 1000 rupees. Message to Achan says, I'm shooting right now. This is just an audio to test. Don't send 500 rupees. Send me 1000 rupees. Ready to send. Yeah, send it. അതൊരു കൺഫർമേഷനൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം. സെൻഡായി, കണ്ടില്ലേ? സെൻഡായി. അവിടെ മെസ്സേജ് അച്ഛന് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 1000 രൂപ ഇട്ട് തന്നാലോ. ഇതുകൊണ്ട് ഇങ്ങനെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഞാനിപ്പോൾ പോളറൈസ്ഡ് ലെൻസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസിഷൻ ലെൻസ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലെയിൻ ലെൻസ് ചൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പവർ ലെൻസ് ആണോ വേണ്ടത് അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലെൻസ് കാർട്ടിൻ്റെ ഫോണിക്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൽ കോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഹേ മെറ്റ ആൻസർ ദ കോൾ എന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഡബിൾ ടാപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇതുണ്ടല്ലോ, ഈ റൈറ്റ് സൈഡ് ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഇതൊരു ടച്ച് പാഡാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കോൾ ആൻസർ ചെയ്യാൻ പറ്റും. വൺ ടാപ്പിൽ നമുക്ക് സോങ് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ആകും, ഇതുപോലെ ഒന്ന് ബാക്കിലോട്ട് സ്വൈപ്പ് ചെയ്താൽ വോളിയം ഡിക്രീസ് ആകും. ഇനി ഇതിൻ്റെ എന്താ ഫീച്ചർ പറയാനുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ പറയാൻ പറ്റല്ലോ. ഇതിൽ നമുക്ക് മെറ്റ AI അവൈലബിൾ ആണ്. ഹേ മെറ്റ ടേക്ക് എ ലുക്ക് ആൻഡ് ടെൽ മീ വാട്ട് ഈസ് ദിസ്. This is a toy car. ഇതുപോലെ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ കാണുന്നതൊക്കെ AIയും കാണുന്നുണ്ട്. പക്ഷെ ഇത് അത്ര ഇൻ്റലിജൻറ്റ്, ഇപ്പോൾ ചാറ്റ് GPT, ജെമിനൈ പോലെ അത്ര ഇൻ്റലിജൻറ്റ് മോഡലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ വാട്സപ്പിലുള്ള മെറ്റ AI യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനോട് ഞാനിത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ടോയ് കാർ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനൈയോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോഡൽ എക്സാക്റ്റ് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അത്യാവശ്യം നോളജ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഡെയിലി ചാറ്റ് GPT യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റലിജൻറ്റ് വളരെ കുറവാണെന്ന് തോന്നിപ്പോവും. പിന്നെ ഇത് മാത്രമല്ല, മെറ്റ AIയോട് നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ഫുഡ് കഴിക്കുകയാണ്, ഈ ഒരു ഫുഡ് ഇതാണ്, ഇതിൻ്റെ കാലറീസ് എത്രയുണ്ട് ചോദിക്കുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഈ ഒരു ടൈമിൽ എന്നെ റിമൈൻഡ് ചെയ്യണം പറയാം. അപ്പോഴൊക്കെ ഈ ഗ്ലാസ് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എക്സാക്ട് ടൈമിൽ ഇത് നിങ്ങളെ റിമൈൻഡ് ചെയ്യും. പിന്നെ മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, ഈ ഒരു ഫോട്ടോ സെൻഡ് ദ ലാസ്റ്റ് ഫോട്ടോ ടു ഈ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ പേര് പറയുകയാണെങ്കിൽ വാട്സപ്പിൽ ആ ഒരു ഫോട്ടോ ഇത് അയച്ചു കൊടുക്കും. നമുക്ക് ഫോൺ യൂസ് ചെയ്യുക പോലും വേണ്ട. അതേപോലെ നമുക്ക് ഈ ഒരു ഗ്ലാസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു ഫോട്ടോ നമുക്ക് സ്റ്റോറി ഇടാൻ പറയാം, ആ ഒരു സ്റ്റോറി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാതെ ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് 32 GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഒരു 4 hours വരുന്നുള്ളൂ. എനിക്കറിയാം, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കുറവുമായി തോന്നും. പക്ഷേ ഈ ഒരു കേസ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു 4-6 പ്രാവശ്യം നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഞാനിത് ലാസ്റ്റ് ചാർജ് ചെയ്തത് ഒരു 1 week എങ്കിലും ആയി കാണും. ഡെയിലി ഞാൻ പുറത്ത് പോകുമ്പോഴും ഈ ഒരു ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഫുൾ ടൈം ഓൺ തന്നെ ആയിരിക്കും. ഇതിൽ നമുക്ക് ഓഫ് ആക്കാൻ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിത് മേടിച്ചതിന് ശേഷം ഇത് ഓഫ് ആക്കിയിട്ടേ ഇല്ല. കാരണം ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ ഇത് ഓഫ് ആയിക്കോളും. അതുപോലെ ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ കണ്ണിലിട്ടാൽ മാത്രം തന്നെ ഇത് ആക്റ്റീവ് ആവുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് കാണാൻ പറ്റില്ല. ഇതൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലേ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഞാൻ പറയാം. ഇത് നമ്മൾ കുറേ നേരം ഇടുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും. കാരണം ഇതൊരു വെയിറ്റ് ഉണ്ട്, ഇതിൻ്റെ ഫ്രെയിം സൈസ് ഒക്കെ കൂടുതലാണ്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ ലൈവ് ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് വേറെ ആരെങ്കിലും ഏതെങ്കിലും ഭാഷയിൽ സംസാരിക്കും, നമ്മൾക്ക് ലൈവായിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഇതെങ്ങനെ ഒരു നെഗറ്റീവ് ആവണം, ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും. ഇതിൽ ഫ്രഞ്ച്, ഇറ്റാലി, സ്പാനിഷ് ആ ഭാഷകളെ ലൈവ് ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മുടെ ഹിന്ദി, ഇംഗ്ലീഷ് ഒന്നും, മലയാളം ഒന്നും ചെയ്യില്ല.
ഓക്കെ, അപ്പോൾ ഇവിടെയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവിടെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ ഇറക്കുമ്പോൾ ഒരു ഹിന്ദി എങ്കിലും കൊടുത്തിരിക്കുക. പിന്നെ ഇത് IPX4 റേറ്റിംഗ് ആണ്. അതായത് വെള്ളം കുറച്ചൊക്കെ ഇങ്ങനെ ആയാൽ തുടച്ചാൽ പോകും. അതേ പറഞ്ഞ് വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ കഴിഞ്ഞു. മഴയത്തൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പറ്റും. അതേപോലെ പല ഓഫ്ലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ സ്റ്റോറിൽ തന്നെ പോയി മേടിക്കണം. ഓൺലൈനിൽ മേടിക്കുന്നത് അത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഏതാണോ പെർഫെക്റ്റ് ലെൻസ്, നിങ്ങൾക്കിത് വേണോ വേണ്ടയോ എന്നെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് മേടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഓഫ്ലൈൻ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ അവിടെ പോയി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതേ സമയത്ത് നമ്മൾ ലെൻസ് കാർട്ടിൻ്റെ ഫോണിക്കിൽ വരികയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഓഫ്ലൈനിൽ ഏത് ലെൻസ് കാർട്ടിൽ ചോദിച്ചിട്ടും എനിക്കിത് കിട്ടിയില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് ഓൺലൈൻ ചെയ്ത് ഒരു 2 ആഴ്ചയൊക്കെ കാത്തു നിന്നതിന് ശേഷമാണ് കിട്ടിയത്. ഇപ്പോൾ ഇത് പെട്ടെന്ന് ഡെലിവറി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ ഇതിലും പറയാൻ വിട്ടുപോയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു ഫീച്ചറോട് ഓർമ്മ വന്നത്. നമ്മളിപ്പോൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറ നമുക്ക് ഇതായി യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇതിലേത് മേടിക്കണം? പൈസ ഉണ്ടെങ്കിൽ ഇത് മേടിക്കുക, ഇല്ലെങ്കിൽ ഇത് മേടിക്കുക, ഇല്ലെങ്കിൽ ഒന്നും മേടിക്കണ്ട. വെറുതെ പറഞ്ഞാണ്. ഒരു സ്മാർട്ട് ഗ്ലാസ് നോക്കുന്നുണ്ട്, എൻ്റെ ബഡ്ജറ്റ് കുറവാണ്, എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്താൽ മതി, അതേപോലെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യേണ്ട, എനിക്ക് പാട്ട് കേൾക്കണം, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ലെൻസ് കാർട്ടിൻ്റെ ഫോണിക്ക്. അതേസമയത്ത് എനിക്ക് ഗ്ലാസ് ഉപയോഗിച്ച് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, POV വീഡിയോസ് എടുക്കണം, ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ഷൂട്ട് ചെയ്യണം, ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് മെസ്സേജ് അയക്കാൻ പോലും ടൈമില്ല എന്നുള്ളവർക്കൊക്കെ ഈ ഒരു ഗ്ലാസ് മേടിക്കാൻ പറ്റും. ഇത് നമ്മൾക്കൊരു 28,000 30,000 റുപ്പീസിലും സ്റ്റാർട്ടിംഗ് ആണ്. പോളറൈസ്ഡ്, അതേപോലെ ട്രാൻസിഷൻ, ഈ ഒരു ലെൻസിനാണ് പ്രൈസ്. അപ്പോൾ റേബണിൻ്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നോക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് രണ്ടും മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. സോ നിങ്ങൾ ഏതെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് എന്താണെന്ന് അറിയാലോ, ഹാക്കർ സ്പീഡിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.